കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ലൈഫിൽ വിജയിച്ച 100-ൽ 99% ആളുകളും ഈ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മത്സരാർത്ഥികൾക്കായി ബിഗ് ബോസ് നൽകിയ പുതിയ ടാസ്കിനെ കുറിച്ചാണ്. സെൽഫ് കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്നറിയാനും സ്വയം മനസ്സ് തുറക്കാനുമുള്ള അവസരമാണ് മത്സരാർത്ഥികൾക്ക് ഇതിലൂടെ ബിഗ് ബോസ് നൽകിയത്. ഒരു ഓപ്പൺ മിററിന് മുന്നിൽ വന്നു നിന്ന് തന്റെ പ്രതിച്ഛായയോട് സംസാരിക്കാൻ മത്സരാർത്ഥികൾക്ക് അവസരം നൽകും. ഇത്രയും ദിവസം വീട്ടിൽ എന്ത് ചെയ്തു, സ്വന്തം അധ്വാനം കൊണ്ടാണോ ഇവിടെ വരെ എത്തിയത്, ഇവയെല്ലാം മത്സരാർത്ഥികൾക്ക് സംസാരിക്കാം. ആദ്യമായാണ് ഇത്തരത്തിലൊരു ടാസ്ക് ബിഗ് ബോസ് മലയാളത്തിൽ കൊണ്ടുവരുന്നത്. ടാസ്കിൽ 9 പേരും പങ്കെടുത്തുവെങ്കിലും ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയത് ജിൻഡോ പറഞ്ഞ വാക്കുകൾക്കാണ്. സെൽഫ് കോൺഫിഡൻസിന്റെ പീക്ക് ലെവലാണ് ജിൻഡോയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. തുടക്കത്തിൽ വ്യക്തതയോടെ സംസാരിക്കാൻ അറിയില്ലെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞ ജിൻഡോയാണ് അവശേഷിക്കുന്ന 9 പേരിൽ പെർഫെക്റ്റ് ആയി ഇക്കഴിഞ്ഞ ടാസ്കിൽ സംസാരിച്ചതെന്ന് ഓർക്കണം. തന്റെ പരിചയത്തിലുള്ള നിരവധി ആളുകൾ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ടെന്നും അവർക്കാർക്കും ടൈറ്റിൽ ട്രോഫി കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നില്ലെന്നും അത് വാങ്ങണമെന്ന ദൃഢപ്രതിജ്ഞയിലാണ് താൻ ബിഗ് ബോസ് വീട്ടിൽ എത്തിയെന്നാണ് ജിൻഡോ ആദ്യം തന്നെ പറയുന്നത്. വന്ന ആദ്യ ദിവസം തന്നെ 9 നോമിനേഷൻ, ആദ്യ ആഴ്ച ജയിൽ നോമിനേഷൻ, കള്ളനെന്നും മണ്ടനെന്നും മുദ്രകുത്തി. ഇവയെല്ലാം തരണം ചെയ്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയാത്ത ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചേർന്നത് പ്രയത്നം കൊണ്ട് മാത്രമാണെന്നും ജിൻഡോ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട്. ഒപ്പം തെറ്റ് ചെയ്യാത്തവരും നുണ പറയാത്തവരുമായി ആരുമില്ല. സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കാൻ എല്ലാവരും നുണ പറയും. നുണ പറയാറില്ലെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ നുണ. വീഴ്ചകളുണ്ടായാൽ അത് നല്ലതിനാണെന്ന് വിചാരിക്കുക. മറ്റുള്ളവർ കള്ളനെന്ന് വിളിച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല. അവസാന നോമിനേഷനിൽ ഒരാൾ പോലും തന്റെ പേരെ നോമിനേറ്റ് ചെയ്യാത്തത് വിജയമാണെന്നും ജിൻഡോ എന്ന വ്യക്തി ഉയരങ്ങളിൽ എത്തിയതുകൊണ്ടാണ് നാട്ടുകാർ ഫ്ലെക്സ് വെച്ചതെന്നും ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിർണായകമാണ്, കപ്പാണ് മുഖ്യമെന്നാണ് ജിൻഡോ ഈ ടാസ്കിൽ സ്വന്തം പ്രതിച്ഛായയ്ക്ക് മുന്നിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. സത്യത്തിൽ ജിൻഡോ പറഞ്ഞ ഓരോ വാക്കുകളും ബിഗ് ബോസ് ഷോ ആദ്യ ദിവസം മുതൽ ഇക്കഴിഞ്ഞ ദിവസം വരെയും കണ്ട ഏതൊരാൾക്കും കൃത്യമാണെന്ന് തോന്നും. അതുപോലെയാണ് ജിൻഡോയുടെ ഗ്രാഫ് ഒറ്റയടിക്ക് ഉയർന്നത്. മെജോറിറ്റി ആളുകളും ആവും വിധം പല രീതിയിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. പകരം വെല്ലുവിളികളെ അതിജീവിച്ച് കളിയാക്കിയവരെ കൊണ്ട് തന്നെ ഹാർഡ് വർക്കർ എന്ന് പോലും പറയിപ്പിക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കണമെങ്കിൽ സെൽഫ് കോൺഫിഡൻസ് അങ്ങേയറ്റം അദ്ദേഹത്തിനുണ്ട് എന്നതിന്റെ തെളിവാണ്. 2 തവണ പവർ റൂമിൽ, ശേഷം ക്യാപ്റ്റൻ. നടൻ ജോജുവിന്റെ പ്രശംസാ വാക്കുകൾ. മത്സരാർത്ഥികൾ ഹാർഡ് വർക്കർ എന്ന് വിശേഷിപ്പിച്ചത്. ഇത്രയും മതി ഒരാളുടെ ആത്മവിശ്വാസത്തിന്. അതിന്റെ തെളിവാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ജിൻഡോ. സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ എന്ന ടാഗ് ലൈനോടെ ബിഗ് ബോസ് വീട്ടിലെത്തിയ ജിൻഡോ ആദ്യ ആഴ്ചയിൽ എവിടെ തുടങ്ങണമെന്നറിയാത്ത അവസ്ഥയിലാണ് നിന്നിരുന്നതെങ്കിൽ ഇന്ന് ജയിക്കാനായി എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി അറിയാവുന്ന ഗെയിമർ എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതാണ് സത്യത്തിൽ അയാളുടെ ജയം. പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ജിൻഡോ ജയിക്കുമെന്ന് ഇതിനോടകം വിധി എഴുതി കഴിഞ്ഞു. ജാസ്മിൻ ആണെങ്കിലും സിജോ ആണെങ്കിലും അർജുൻ, ശ്രീതു, അവശേഷിക്കുന്ന ആർക്കും തന്നെ ഈ ഗ്രാഫ് മറികടക്കാൻ സാധിക്കില്ലെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം.